ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് 4:42 അദ്ദേഹം യാത്ര തിരിച്ചത്. 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പനിമിഷങ്ങൾക്കകം കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് എത്തും. ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ട 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് എത്തും. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം പോകുന്നത് PWDയുടെ ഗസ്റ്റ് ഹൌസിലേക്കാണ്. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം കന്യാകുമാരി ദേവി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ഏതായാലും അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂർ ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനമിരിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചാരണവും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തിരുവനന്തപുരത്താണ് വ്യോമസേന വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തി. പിന്നീട് വ്യോമസേന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇത് പാർട്ടിയുടെ പരിപാടിയല്ല, പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ വന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെയൊന്നും ഇവിടെ എന്തായാലും കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ? പ്രവിധ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെയില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ആരും തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഹെലിപ്പാഡിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 4:42 യാത്ര തിരിച്ച് അദ്ദേഹം ഇപ്പോൾ 5:10 കഴിയുമ്പോഴേക്കും കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം പോകുന്നത് PWD ഗസ്റ്റ് ഹൌസിലേക്കാണ്. അവിടെ നിന്ന് അല്പസമയം വിശ്രമിച്ച ശേഷം 5:30 കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടും. കന്യാകുമാരി ക്ഷേത്ര ദർശനത്തോട് ആണ് അദ്ദേഹത്തിന്റെ ധ്യാനം തുടങ്ങുക. അതിനുശേഷം ക്ഷേത്ര ദർശനത്തിന് 10 മിനിറ്റിനകം അദ്ദേഹം റോക്ക് ജെട്ടിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയും ചെയ്യും. വിവേകാനന്ദ പാറ കഴിഞ്ഞ 2 ദിവസമായി SPGയുടെ പൂർണ്ണമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അവിടേക്കുള്ള സന്ദർശകരെ ആകെ തന്നെ ഇന്നലെ മുതൽ നിയന്ത്രിച്ചിരിക്കുന്നു. ഇന്ന് ആരെയും തന്നെ അവിടേക്ക് കടത്തിവിട്ടിട്ടുമില്ല. അദ്ദേഹം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 6 മണിയോടുകൂടി തന്നെ അദ്ദേഹം ധ്യാനം ആരംഭിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. കാരണം അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇപ്പോൾ 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടി അദ്ദേഹം ധ്യാനത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രവിധ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില പരിപാടികളാണ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോ BJPയുടെയോ അല്ലെങ്കിൽ മറ്റേ NDAയുടെ മറ്റ് ഘടകകക്ഷികളോ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനില്ല. പൂർണ്ണമായും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ധ്യാനം ഇരിക്കാൻ വരുന്നു, ആ ധ്യാനത്തിലേക്ക് കടക്കുന്നതിനായിട്ട് അദ്ദേഹം വരുന്നു. ഇത്തരത്തിലുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് വൻതോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ കമാൻഡോസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ഒക്കെ വളരെ വലിയ സുരക്ഷ തന്നെയാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരി തീരത്ത് തന്നെ വിനോദസഞ്ചാരികളെ പൂർണ്ണമായും ഏകദേശം ഒഴിപ്പിച്ച നിലയിൽ തന്നെയാണ്. കാരണം ഉച്ചയോടെയും അതോടൊപ്പം തന്നെ 2 മണിയോടെയും ഒക്കെ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് അരമണിക്കൂർ മുമ്പ് പൂർണ്ണമായും ഈ സഞ്ചാരികളെ തീരത്ത് നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അതിനുശേഷം ഈ കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം 5:30 പുറപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രവിധ ഗിരീഷ്, അതോടൊപ്പം തന്നെ 45 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ധ്യാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രിയും പകലും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തന്നെ ചിലവഴിക്കുമെന്നുള്ളതാണോ? പ്രവിധ, ചരിത്രത്തിൽ സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ധ്യാനമനുഷ്ഠിക്കുകയും ഇന്ത്യയെ എങ്ങനെ വാർത്തെടുക്കാം എന്ന് ഇവിടെ ഇരുന്നുള്ള ധ്യാനത്തിൽ കൂടിയാണ് അദ്ദേഹം തന്റെ ചിന്തകൾ ക്രോഡീകരിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ എവിടെയാണോ ധ്യാനമിരുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ 3 ദിവസത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ സുരക്ഷ പൂർണ്ണമായും ശക്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ഈ സ്ഥലത്ത് തന്നെയായിരിക്കും അദ്ദേഹം 3 ദിവസം
ദിവസം, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അദ്ദേഹം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് രാത്രി, നാളെ പകൽ, നാളെ രാത്രി, മറ്റന്നാൾ രാവിലെ, അതിനുശേഷം മറ്റന്നാൾ 4 മണിക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും അവിടെ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വിമാനമാർഗം പോവുകയും ചെയ്യും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിലധികം അദ്ദേഹം ഏകാന്ത ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം 6 മണി തന്നെയാണ്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിവേകാനന്ദ പാറയിൽ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJP ചില അവകാശവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയായിരിക്കണം ഇന്ത്യ എന്നുള്ളത് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമായിട്ടാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ കാണുന്നത്. 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അദ്ദേഹം കേദാർനാഥിൽ ഇത്തരത്തിലുള്ള ഒരു ധ്യാനം അനുഷ്ഠിച്ചിരുന്നു. ഇത് BJP വലിയ തരത്തിലുള്ള ഒരു പ്രചരണമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ് അദ്ദേഹം ഈ ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചരണം തുടങ്ങിയത്, ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രവിത, അതെ, ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു രാഷ്ട്രീയ ചുവയുണ്ട് എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കന്യാകുമാരി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം വിവേകാനന്ദ പാറയിലേക്ക് പോകും. അവിടെ 45 മണിക്കൂർ ധ്യാനം ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PA ഗിരീഷാണ് കന്യാകുമാരിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.